സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ വിൻസെന്റ് അല്ലേ? ഞാൻ ഹോം മിനിസ്റ്റർ മഹേന്ദ്ര വർമ്മയാണ്. ഇപ്പോൾ സമയം എത്രയായി? 7 മണി സാർ. ഇന്ന് രാത്രി തന്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റുകളിൽ ചില തൊഴിൽ കുഴപ്പങ്ങളുണ്ടാവും. പല ഉന്നതന്മാരും സഹായത്തിന് വിളിക്കും, ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും. നേരം വെളുത്ത് 6 മണി കഴിയുന്നവരെ താനോ തന്റെ പോലീസുകാരോ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഈ ഓർഡർ ലംഘിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അറിയാം സാർ. സസ്പെൻഷൻ. നോ, ഡിസ്മിസൽ. എന്തിനായി തൊഴിലാളികളെല്ലാം വിളിച്ചു വരുത്തിയത്? നമ്മൾ രഹസ്യ സംഭാഷണം എന്നല്ലേ പറഞ്ഞത്? ക്ഷമിക്കണം സാർ, ആ വാർത്ത എങ്ങനെയോ ചോർന്നു പോയി. വരും. Circle Inspector Mr. Osman, this is from Home Minister's residence. Yeah, good evening. Please hold the line. Minister wants you. ഞാനാ മഹേന്ദ്ര വർമ്മ. തെക്കുംകൂർ പ്ലാന്റേഷനിൽ എന്തോ തൊഴിൽ കുഴപ്പം നടക്കുന്നുണ്ട്. നിങ്ങളുടെ സർക്കിളിൽപ്പെട്ട ഒരൊറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരൊറ്റ പോലീസുകാരൻ പോലും അതിൽ ഇടപെടരുത്. എല്ലാ സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞേക്കൂ. വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? ഞങ്ങളെ അങ്ങനെ പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. അറിയാം, ഇത്തിരി പേടിപ്പിച്ച് സെറ്റിൽ ചെയ്യിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ എഗ്രിമെന്റ് എടുക്കണം. രാജേശ്വര, പോലീസിനെ വിളിക്കേ. ഹലോ. അങ്ങനെ അങ്ങ് പോകാതെ സാറേ, ഞങ്ങളുടെ അരിപ്രശ്നം തീർത്തിട്ട് പോയാ മതി. സാർ അതോടെ എന്നാട്ടെ. സാറേ, ഒന്ന് വേഗം വേണം, സമയം പോകുന്നു. എല്ലാവരും ഒന്ന് മാറിയുമേ, സാർ ഒപ്പിടാൻ പോകുന്നു. ഒന്ന് മാറിയിക്കണം, സാറിന് വേർക്കുന്നു. സാറെ പ്ലീസ് ഒരു മിനിറ്റ് നിൽക്കണേ. എവിടെയാ ഫോട്ടോഗ്രാഫർ? ഞാൻ വരുന്നു സാർ. ആ, എടുത്തു. ആ, ഇനി ഒപ്പിട്ടോ സാർ. തെക്കുംകൂർ പ്ലാന്റേഷനിലെ തൊഴിൽ കുഴപ്പം തീർന്നു. മുഖ്യമന്ത്രിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. പരിഷ്കരിച്ച ശമ്പള നിരക്കുകളുടെ കരാർ മുഖ്യമന്ത്രി ഒപ്പുവെക്കുന്നു. സമീപത്ത് യൂണിയൻ നേതാവ് ഗർല ചന്ദ്രൻ. തൃപ്തിയായോടാ നിനക്ക്? അയ്യോ സാർ, ഇതെന്തു പറ്റി? ആകെ വല്ലാതിരിക്കുന്നല്ലോ. അഭിനയം വേണ്ട. കൊച്ചനെ, എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നു. നീയും നിന്റെ തന്തത്തമ്പുരാനും ശരിയായ MS നായരെ കണ്ടിട്ടില്ല. എടാ, കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായതാടാ ഞാൻ. നീ കളിച്ചതിനേക്കാൾ വൃത്തികെട്ട കളി കളിക്കാൻ എനിക്കറിയാം. ഇന്ന് ഈ നിമിഷം രാജിക്കത്തെഴുതി എനിക്ക് നീ തന്നാൽ മാന്യമായി നിനക്ക് പിരിയാം. ഒരു പ്രതികാരവും ഞാൻ ചെയ്യില്ല. ആ നശിച്ച തോട്ടവും തിരികെ തന്നേക്കാം. സ്വയം രാജിവെച്ചൊഴിയുന്നില്ലെങ്കിൽ നിന്നെ ഇന്ന് തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. എന്നെ വെള്ളത്തിലിറക്കിയിട്ട് ഈ വഞ്ചി തുഴയാമെന്ന് സാറ് വ്യാമോഹിക്കണ്ട. ഈ വള്ളം ഞാൻ മുക്കും. 20 MLA മാർ എന്റെ കയ്യിലാണ്. സോറി, 21 ഭരണകക്ഷി MLA മാർ എന്റെ കയ്യിലാണ്. എന്നെ തൊട്ടാൽ നാളെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വരും.
ഈ വള്ളം മുങ്ങും. പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ ഞാൻ വേറെ വള്ളം ഇറക്കും. ഞാനായിരിക്കും അതിന്റെ അമരക്കാരൻ. ഞാൻ മുഖ്യമന്ത്രിയായാൽ പിന്നെ നിങ്ങളുടെയൊക്കെ അന്ത്യമായിരിക്കും. എനിക്ക് മേല് കീഴ് നോക്കാനില്ല. നിങ്ങൾ കവലച്ചട്ടമ്പയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതിനേക്കാൾ തല്ലിപ്പൊളിയാണ്. പങ്ക എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അലവലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ. 10 ദിവസമേ ചിലപ്പോ എനിക്ക് ഭരിക്കാൻ കിട്ടൂ. 10 എങ്കിൽ 10. നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കുളം തോണ്ടിയിട്ട് ഞാൻ പോവും. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാ മതി. വരട്ടാതടാ, നീ കളി അറിയാവുന്നവനാണ്. തല്ലിയാൽ തിരിച്ചു തല്ലുന്നവനെ തല്ലാനാണ് എനിക്കിഷ്ടം. താടാ. നമ്മുടെ ബാബുവിനെ കാണുന്നില്ല. അവൻ എന്ത് പറ്റി? ഞാൻ അവനെ കുറച്ച് രൂപ എടുക്കാൻ ബാങ്കിൽ വിട്ടതാ. ഈവനിങ് കൗണ്ടറിൽ ഇതുവരെ എത്തിയില്ല. പേടിച്ചു പോയല്ലോ. അവനിങ്ങി വരും. അങ്ങനെയല്ലടാ, അവൻ പോയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞു. അവൻ ഇങ്ങനെ താമസിക്കാറുള്ളതല്ല. തന്നെയുമല്ലതാ, ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. കാവലിരുന്ന പോലീസുകാരെ കാണുന്നില്ല, ഡ്രൈവർമാരെ കാണുന്നില്ല, അടുക്കളക്കാരെയും കാണുന്നില്ല. ഈ വീട്ടിലാകെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി, ഐജിയെ വിളിക്കൂ. ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. റോങ് നമ്പർ ആയിരിക്കും. കട്ട് ചെയ്ത് ഒന്നുകൂടെ വിളിക്കൂ. ഹലോ ഹലോ, ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ആ പേഴ്സണൽ ഫോൺ എടുക്കൂ. ഹലോ ഹലോ, ജയന. എന്താ ചെയ്യാ? മഹി, നിനക്കെന്തോ കുഴപ്പം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ബാബുവിനെ ആരോ ചിലർ ബലമായി കാറിൽ കയറ്റിക്കൊണ്ട്. എപ്പോ? 2 മണിക്കൂർ മുമ്പ് എന്റെ ആളുകൾ കണ്ടതാണ്. കഴിയുന്നതും വേഗം അവിടുന്ന് നീ രക്ഷപ്പെടണം. ആരോ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് നമുക്ക്. ഹലോ 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 ഹലോ. ഇതും കട്ടായി. ആരോ കട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ. നമ്മുടെ സർവ്വ സാധനങ്ങളും പാക്ക് ചെയ്യും. മഹിയും ലക്ഷ്മിയും വന്നാലുടൻ അവരെയും കൂട്ടി നമുക്ക് സ്ഥലം വിടണം. ബാബുവിനെ അവർ പിടിച്ച സ്ത്രീക്ക് ഈ സ്ഥലവും അവരറിഞ്ഞാണ്. നമ്മളിനി എങ്ങോട്ട് പോകും? ചന്ദ്രന്റെ അടുത്തേക്ക്.